നമ്മുടെയൊക്കെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സഹായിക്കുന്ന മൈൻഡ് പ്ലസിന്റെ 1595 ദിവസമാണിന്ന്. നമ്മുടെ റിയാലിറ്റിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഉദ്ധരണിയിൽ ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. Be careful how you talk to yourself. You are listening. This is a beautiful quote by Lisa Hayes. ഒരു അമേരിക്കൻ ഓത്തറും ലൈഫ് കോച്ചുമാണ് ലീസ. Be careful how you talk to yourself because you are listening. നിങ്ങൾ സ്വയം സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്. നമ്മുടെ സെൽഫ് ടോക്ക് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടെ മയത്തിൽ സംസാരിക്കണം. വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം, ശ്രദ്ധിക്കണം എന്നൊക്കെ വളർന്നു വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് ആരും പറഞ്ഞു തരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിക്കാൻ ചിലപ്പോൾ വളരെ വൈകി പോകാറുമുണ്ട്. ഈ ഉദ്ധരണി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. എന്തെങ്കിലും മനസ്സിൽ പറയുമ്പോൾ ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് കരുതണ്ട. സ്വയം സംസാരിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യൻസ്, സബ് കോൺഷ്യസ് എല്ലാം കേൾക്കുന്നുണ്ട്. ഹിയർ യു ആർ ലിസണിങ് മീൻസ് ആ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് ഓൾവേസ് പേയിങ് അറ്റൻഷൻ ടു വാട്ട് വി സേ. നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ എന്ത് സംസാരിക്കുന്നുവോ അത് ശരിവെക്കുകയും അതിനോട് ആത്മാർത്ഥമായി യോജിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആത്മഗതമായും ആന്തരിക സംഭാഷണങ്ങളായും മാറുന്നു. സോ വി ഹാവ് ടു ബി കോഷ്യസ്. ഇന്നത്തെ ടോപ്പിക് ദ വോയിസസ് വിത്തിൻ. നമുക്കുള്ളിലെ വോയിസസ്. ദ വോയിസസ് ഇൻ our ഹെഡ് ആൻഡ് മൈൻഡ്. അത് ഏത് വോയിസ് ആണ് എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ച വോയിസ് ഇല്ലേ, അത് തന്നെയാണത്. രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ തന്നെ തുടങ്ങും നമ്മുടെ സെൽഫ് ടോക്ക് അല്ലേ? ഇന്നലെ ഉറക്കം ശരിയായില്ല, ഇന്നിനി എന്തൊക്കെ പണികളാ ഉള്ളത്. അങ്ങനെ നമ്മുടെ ചിന്തകൾ ആത്മഗതങ്ങളാകുന്നു. ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ പാസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഉള്ളിലൊരു വോയിസ് കേൾക്കാം, ഇന്നലെ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അതിൻ്റെ മറുപടിയും ഉള്ളിൽ ഉടനെ തന്നെ കേൾക്കാം. അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പല ഭാവത്തിൽ, പല ധ്വനിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കും. ഒരിക്കലും നിർത്താതെ പ്ലേ ചെയ്യുന്ന റേഡിയോ സ്റ്റേഷൻ പോലെ, ശരിയല്ലേ? എന്താണ് ഈ വോയിസസ്? നമുക്കുള്ളിലെ ഈ ശബ്ദങ്ങൾ എന്താണ്? The voices within are the internal dialogues and self-talk that stem from our subconscious patterns shaping our mindset. They are the inner critic, inner defender, and inner guide, which can be both reliable and unreliable voices influencing our lives. നമുക്കുള്ളിലെ വോയിസസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനെ, മാനസികാവസ്ഥയെ രൂപപ്പെടുത്തുന്ന നമ്മുടെ ഇന്റേണൽ ഡയലോഗ്സ് ആണ്. നമ്മുടെ സബ് കോൺഷ്യസ് പാറ്റേണുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. നമ്മുടെ മുൻ അനുഭവങ്ങൾ, കണ്ടീഷനിങ്, അതായത് വളർന്നു വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് പാറ്റേണായി, ചിന്തകളായും ഇന്നർ വോയിസസ് ആയും മാറുന്നത്. ഈ വോയിസസ് നമ്മുടെ ഇന്നർ ക്രിട്ടിക്, ആന്തരിക വിമർശകൻ, ഇന്നർ ഡിഫെൻഡർ, ആന്തരിക സംരക്ഷകൻ, ഇന്നർ ഗൈഡ്, ആന്തരിക വഴികാട്ടി, ഇതൊക്കെ ആവാം. വിച്ച് ക്യാൻ ബി ബോത്ത് റിലയബിൾ ആൻഡ് അൺറിലയബിൾ വോയിസസ് ഇൻഫ്ലുവൻസിങ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന റിലയബിൾ, വിശ്വാസയോഗ്യമായ, അൺറിലയബിൾ, വിശ്വാസയോഗ്യമല്ലാത്തതും ആവാം ഈ ഇന്റേണൽ വോയിസസ്. എന്ന് വെച്ചാൽ നമ്മെ പരിമിതപ്പെടുത്താനും ഉയർത്താനും ഈ വോയിസസിന് കഴിയുമെന്നർത്ഥം. നമ്മുടെ ഇന്നർ വോയിസസ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. The unreliable voices and how to silence them. വിശ്വാസയോഗ്യമല്ലാത്ത ആ ഇന്നർ വോയിസസ് എന്തൊക്കെയാണെന്നും
അവയെ എങ്ങനെ നിശബ്ദമാക്കാം എന്നും നമുക്ക് നോക്കാം. ദ വോയിസ് ഓഫ് ഫിയർ ആൻഡ് ഡൗട്ട്. ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും ശബ്ദം. ദിസ് വോയിസ് ലിമിറ്റ് അസ്. ഈ നെഗറ്റീവ് ഇന്നർ വോയിസ് നമ്മുടെ പരിമിതികളെ ശക്തിപ്പെടുത്തുന്ന ഒരു വോയിസാണ്. നമ്മുടെ കഴിവുകളെയും യോഗ്യതകളെയും ചോദ്യം ചെയ്യുന്ന മന്ത്രങ്ങളായിട്ടാണ് ഈ ശബ്ദങ്ങൾ നമ്മുടെ തലയ്ക്കുള്ളിൽ കേൾക്കുന്നത്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്. വാട്ട് ഇഫ് ഐ ഫെയിൽ? ഞാൻ തോറ്റുപോയാലോ എന്ന ഡൗട്ട്ഫുൾ വോയിസ്. ഈ വോയിസ് നമ്മുടെ മനസ്സിൽ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും തുടക്കമിടുകയും ചെയ്യും. ചിലപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായി മറ്റൊരു വോയിസ് ഉടനെ കേൾക്കാം, ദ ഇന്നർ ക്രിട്ടിക്. കഴിഞ്ഞ പ്രാവശ്യം എന്താ സംഭവിച്ചെന്ന് ഓർമ്മയില്ലേ? ദ വോയിസ് ഓഫ് ഫിയർ. അത് കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും, അല്ലേ? ഇങ്ങനെയുള്ള ഇന്നർ വോയിസസ് ഉത്കണ്ഠയ്ക്കും വിഷമങ്ങൾക്കും കാരണമാകുന്നു. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, എവിടെ നിന്ന് വരുന്നു ഈ ആവശ്യമില്ലാത്ത നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന്. പുതുതായി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തോന്നിയാൽ അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിച്ചാൽ ഓരോ ഭയപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഉള്ളിൽ ഉയരും. നിനക്കതിന് കഴിയോ? ഉറപ്പാണോ? എന്നൊക്കെ. പിന്നെ ഒരു സമാധാനമുള്ളത്, ഈ വോയിസസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നതാണ്. ദീസ് വോയിസസ് ആർ ഇൻ അവർ കൺട്രോൾ. പക്ഷേ ആ ഒരു അവെയർനെസ്, അവബോധം നമുക്കുണ്ടാവണമെന്ന് മാത്രം. ആൻഡ് ദെൻ we have to talk to ourselves as we talk to our best friend. വളരെ സ്നേഹത്തോടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കണം, is this really true or just my past fear talking? ഈ ഉള്ളിൽ കേൾക്കുന്നത് സത്യമാണോ അതോ കഴിഞ്ഞ കാലത്തെ ഭയമാണോ ഞാൻ ഈ കേൾക്കുന്നത്? സുഹൃത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ തന്നെ സ്വയം പറഞ്ഞു മനസ്സിലാക്കി സ്വന്തം കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ അൺറിലയബിൾ വോയിസിനെ നമുക്ക് നിശബ്ദമാക്കാം. നെക്സ്റ്റ്, ദ വോയിസ് ഓഫ് ഗിൽറ്റ് ആൻഡ് ഷെയിം. കുറ്റബോധത്തിൻ്റെയും നാണക്കേടിൻ്റെയും ശബ്ദം. ഈ ശബ്ദം എന്താണ് നമ്മളോട് മന്ത്രിക്കുന്നത്? യു ആർ നോട്ട് വർത്തി, യു ഡോണ്ട് ഡിസേർവ് ഹാപ്പിനെസ്. സന്തോഷത്തിന് അർഹനല്ല, യോഗ്യയല്ല. ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊന്ന് നോക്കൂ എന്നൊക്കെയുള്ള ഈ ഇന്നർ വോയിസസിൻ്റെ കുരുക്കിൽ പെട്ടുപോയാൽ നെഗറ്റീവ് ഇമോഷൻസിന് അടിമപ്പെടുകയും പല അബദ്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുകയും ചെയ്യും. ഇപ്പോൾ ന്യൂസിൽ കേൾക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ ചെയ്യുന്ന അബദ്ധങ്ങളാണ്, അല്ലേ? ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, എത്രയെത്ര കുടുംബങ്ങളെയാണ് ഇത് തകർക്കുന്നത്. ഇങ്ങനെയുള്ള നെഗറ്റീവ് വോയിസസിനെ നിശബ്ദമാക്കാൻ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, ഇസ് ദിസ് ഹെൽപ്പിംഗ് മീ ഗ്രോ ഓർ ട്രിഗറിങ് മീ? ഈ വോയിസ് എന്നെ വളരാൻ സഹായിക്കുകയാണോ അതോ പ്രേരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പ്രേരണയാൽ എടുത്തു ചാടി വല്ല അബദ്ധവും ചെയ്തു പോയാൽ പിന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റാതെയാവും. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. വരും വരായികകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. തെറ്റുപറ്റാത്തവരായി ലോകത്ത് ആരും ഇല്ല, അല്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റുകളെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. നെക്സ്റ്റ്, ദ വോയിസ് ഓഫ് പാസ്റ്റ് കണ്ടീഷനിങ്. കഴിഞ്ഞ കാലത്തെ ശിക്ഷണത്തിൻ്റെ ശബ്ദം. വളർന്നു വരുമ്പോൾ കേട്ടിട്ടുള്ള നല്ല പരിചയമുള്ള ശബ്ദമായിരിക്കും ഇത്. നമ്മുടെ വീട്ടുകാരുടെ, കൂട്ടുകാരുടെ, സമൂഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, വിശ്വാസങ്ങൾ, ചെറുപ്പകാലത്തെ നമ്മുടെ അനുഭവങ്ങൾ, ഇവയൊക്കെ നമുക്ക് ചിലപ്പോൾ നൽകുന്ന ആ ഒരു നെഗറ്റീവ് വോയിസ് ഇല്ലേ, അതാണ് വോയിസ് ഓഫ് പാസ്റ്റ് കണ്ടീഷൻ. സത്യം പറഞ്ഞാൽ അവർ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാവും അതൊക്കെ അന്ന്. പക്ഷെ അത് പിന്നീട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്കുണ്ടാക്കുന്നത് എന്ന് മാത്രം. നിനക്കത് ചെയ്യാൻ പറ്റുമോ? വെറുതെ നാണം കെടാൻ നിൽക്കണ്ട എന്ന അടുപ്പമുള്ളവർ നമ്മളോട് പണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പിന്നീട് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു പറയുന്ന ആ നെഗറ്റീവ് വോയിസ്.
എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തണം, അവരുടെ സ്നേഹം കിട്ടണമെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം എന്ന വോയിസ് ഓഫ് കണ്ടീഷനിങ് ആണ് പിന്നീട് സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് സെൽഫിഷ് അല്ലേ എന്ന ഇന്നർ വോയിസ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള അൺറിലയബിൾ വോയിസസിനെ നിശബ്ദമാക്കാൻ നമ്മൾ ചോദിക്കണം, ഇസ് ദിസ് എംപവറിംഗ് മീ ഓർ ലിമിറ്റിംഗ് മീ? ഇത് എന്നെ ശാക്തീകരിക്കുകയാണോ അതോ പരിമിതപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാണോ എന്നറിയാനും മനസ്സിലാക്കാനും ഈ ഒരു ചോദ്യം സഹായിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള തിരിച്ചറിവാണ് നമുക്കിവിടെ മൈൻഡ് പ്ലസിൽ എന്നും കിട്ടുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ അൺറിലയബിൾ ഇന്നർ വോയിസസിനെ നിശബ്ദമാക്കാൻ നമുക്ക് എളുപ്പമാണ്, ശരിയല്ലേ? Next, let's see the reliable voices and how to recognize them. വിശ്വാസയോഗ്യമായ വോയിസസ്, അവയെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം. ദ വോയിസ് ഓഫ് അവെയർനെസ്, അവബോധത്തിൻ്റെ ശബ്ദം. സ്ഥിരമായുള്ള നമ്മുടെ ചിന്താരീതിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാനുള്ള ഒരു കഴിവ്, ജാഗ്രത ഈ വോയിസ് ഓഫ് അവെയർനെസ് നമുക്ക് തരുന്നു. This makes us aware of our thought patterns. സ്വന്തം ശക്തിയും ഉത്തരവാദിത്വവും തിരിച്ചറിയിപ്പിക്കുന്ന ഒരു ഇന്നർ വോയിസ് ആണിത്. ഈ വോയിസ് നമുക്കെങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. This makes us feel authentic and empowered. ആധികാരികതയുടെയും ശാക്തീകരണത്തിൻ്റെയും ഒരു ഫീലിംഗ് ആണ് ഇത് നമുക്ക് തരുന്നത്. നമ്മുടെ ഇന്നർ ഫീലിംഗിൽ നിന്നാണ് നമുക്ക് ഈ റിലയബിൾ വോയിസസിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് കേട്ടോ. ഓരോ അവസരത്തിൽ സാഹചര്യത്തിനൊത്ത് എങ്ങനെ പ്രതികരിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു ഇന്നർ ഗൈഡ് ആവുന്നു ഈ വോയിസ്. വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ അവകാശം തനിക്കുണ്ട് എന്ന ബോധവും ആത്മവിശ്വാസവും നമുക്കുണ്ടാക്കി തരുന്നു ഈ വോയിസ്. ഉദാഹരണത്തിന്, പ്രതികൂല സാഹചര്യങ്ങളിൽ വോയിസ് ഓഫ് അവെയർനെസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ സാഹചര്യം താൽക്കാലികമാണ്. ദിസ് വിൽ ഓൾസോ പാസ്. ഇതിൽ നിന്നും എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കി പഠിച്ചാൽ മാത്രം മതി എന്ന്. നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതൽ കഴിവുണ്ട് നമുക്ക് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വോയിസ് ആണിത്. ആൻഡ് സോ വി ഫീൽ എംപവേർഡ്, ശാക്തീകരിക്കപ്പെടുന്നു. നെക്സ്റ്റ്, ദ വോയിസ് ഓഫ് എൻകറേജ്മെന്റ്, പ്രോത്സാഹനത്തിൻ്റെ ശബ്ദം. നമ്മളെ വളർത്തുകയാണ് ഈ ഒരു വോയിസ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് us ഗ്രോ. ഐ ഹവ് ഗോട്ട് ദിസ്, എന്നെ കൊണ്ട് പറ്റും എന്നതുപോലെയുള്ള എൻകറേജിങ് വോയിസ്. ഈ വോയിസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ദിസ് മേക്സ് us ഫീൽ കേപ്പബിൾ ആൻഡ് സ്ട്രോങ്. നമ്മുടെ കഴിവിനെയും ഇന്നർ സ്ട്രെങ്ത്തിനെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇന്നർ വോയിസ് ആണിത്. നമ്മുടെ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് സെൽഫ് ഡൗട്ട്, പാസ്റ്റ് കണ്ടീഷനിങ് എന്നിവയിൽ നിന്നെല്ലാം ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ധൈര്യത്തോടെ ജീവിത തടസ്സങ്ങളെ നേരിടാൻ ഇത് സഹായിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വോയിസും പ്രോത്സാഹനത്തിൻ്റെതാണല്ലേ. ജോർജ് സാർ പറയുന്ന ഐ വോണ്ട്, ഐ ക്യാൻ, ഐ വിൽ, ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു തരുന്ന പവർ ഓഫ് സറണ്ടർ, ലെറ്റിംഗ് ഗോ ഓഫ് നെഗറ്റീവ് തോട്ട്സ് എന്നിവയൊക്കെ ആത്മവിശ്വാസത്തോടെയും മനോധൈര്യത്തോടെയും മുന്നോട്ട് പോകാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു, അല്ലേ? നെക്സ്റ്റ് ഇസ് ദ വോയിസ് ഓഫ് ഇന്നർ പീസ്, ആത്മശാന്തിയുടെ, സമാധാനത്തിൻ്റെ ശബ്ദം. മനസ്സിൻ്റെ ആഴത്തിൽ നിന്നും ഇന്നർ വിസ്ഡമിൽ നിന്നും വരുന്ന ഒരു വോയിസ് ആണിത്. നമ്മളെ പ്രപഞ്ചത്തിൻ്റെ ശക്തിയിലേക്ക് ബന്ധിപ്പിക്കുന്ന വോയിസ്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ദിസ് മേക്സ് us ഫീൽ കാം ആൻഡ് സെക്യൂർ. നമുക്ക് ശാന്തിയും സുരക്ഷിതത്വവും തരുന്ന വോയിസ്. അനിശ്ചിതമായ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് സമാധാനം തരുന്ന വോയിസ് ആണിത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ലൈറ്റായി, ഫ്രീ ആയി തോന്നും, ശാന്തത അനുഭവപ്പെടും. ഉദാഹരണത്തിന്, പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പാനിക് ആവുന്നതിന് പകരം എല്ലാം ശരിയാവും, എല്ലാം നല്ലതിനാണ് എന്ന ഉള്ളിൽ നിന്നൊരു വോയിസ് നമുക്ക് കേൾക്കാമെങ്കിൽ ദാറ്റ് ഈസ് ദ വോയിസ് ഓഫ് ഇന്നർ പീസ്. ഇതാണ് എൻ്റെ ശരിയായ വഴി എന്ന വിശ്വാസത്തിൻ്റെ ഇന്നർ വോയിസ് ആണത്.
And that is the voice we all yearn to listen to, isn't it? കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഇന്നർ വോയിസ് ആണിത്. നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഹായിക്കുന്ന ഇന്നർ വോയിസ് ആണ് ഈ മേൽ പറഞ്ഞ എല്ലാ റിലയബിൾ വോയിസസും. സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു ഹാൻഡിൽ കോൺഫ്ലിക്റ്റിംഗ് ഇന്നർ വോയിസസ്. പലതരത്തിലുള്ള ഇന്നർ വോയിസസ് നമ്മുടെ ഉള്ളിൽ കേൾക്കും. ഈ സംഘർഷങ്ങൾ ഉളവാക്കുന്ന ഇന്നർ വോയിസസ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പോസ് ആൻഡ് ഒബ്സർവ്. ഒന്ന് പോസ് ചെയ്തുകൊണ്ട് വോയിസിനെ നിരീക്ഷിക്കുക. ഒബ്സർവ് ദ വോയിസ്. പ്രതികരിക്കാതെ നിരീക്ഷിക്കണം കേട്ടോ. ഡോണ്ട് റിയാക്ട്. ഓരോന്നും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഓരോന്നിൻ്റെയും വരും വരായികകളെ കുറിച്ച് ചിന്തിക്കണം. ഉത്കണ്ഠയും സമ്മർദ്ദവും ഉണ്ടാക്കുന്ന വോയിസസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കേണ്ടവയാണ് എന്ന് മനസ്സിലാക്കണം. സോ ഓൾവേസ് ഗോ വിത്ത് യുവർ ഫീലിംഗ്. ശാന്തവും ഭദ്രവുമായതിനെ മാത്രം സ്വീകരിക്കുക, അതിനെ മാത്രം അനുസരിക്കുക. നെക്സ്റ്റ്, ലിസൺ ടു യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക എന്നർത്ഥം. ശരീരം പ്രതികരിക്കുന്നത് ഫീലിങ്സിലൂടെയാണ്. അവയെ ശ്രദ്ധിക്കുക. ശരിയായ ഇന്നർ വോയിസ് നമുക്ക് സുഖവും ക്ലാരിറ്റിയും വ്യക്തതയും തരുന്നു. നെഗറ്റീവ് വോയിസ് ഉള്ളിൽ സംഘർഷമാണ് ഉണ്ടാക്കുന്നത്. സോ ഓൾവേസ് പേ അറ്റൻഷൻ ടു അവർ ഫീലിങ്സ്. എന്താണ് അനുഭവപ്പെടുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സമാധാനം നൽകുന്ന ശബ്ദം, അതാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അതുകൊണ്ട് സന്തോഷവും സമാധാനവും തോന്നിപ്പിക്കുന്ന ഇന്നർ വോയിസ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ചെക്ക് ദ ഇമോഷൻ ബിഹൈൻഡ് ഇറ്റ്. നമ്മുടെ ഇന്നർ വോയിസിൻ്റെ പിന്നിലെ വികാരം ഒന്ന് പരിശോധിക്കുക. നെഗറ്റീവ് ഇമോഷൻസ് ആയ പേടി, സംശയം, കുറ്റബോധം എന്നിവയാണ് തോന്നുന്നതെങ്കിൽ ആ ശബ്ദം സ്വീകരിക്കാതിരിക്കുക. ദ റൈറ്റ് വോയിസ് ഓൾവേസ് കംസ് ഫ്രം പീസ് ആൻഡ് വിസ്ഡം. സമാധാനത്തിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും വരുന്ന ശരിയായ വോയിസസ് ആണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അവ നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് നൽകുന്നു. അവയെ മാത്രം സ്വീകരിക്കുക. നെക്സ്റ്റ്, ട്രസ്റ്റ് യുവർ ഡീപ്പ് നോയിങ്. നിങ്ങളുടെ ആന്തരിക അറിവിൽ വിശ്വസിക്കുക. നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ജ്ഞാനമാണത്. സോ ഓൾവേസ് ടേക്ക് എ മൊമെൻറ്റ് ടു ട്യൂൺ ഇൻ ടു അവർ ഇന്നർ വിസ്ഡം. ഈ ഇന്നർ വോയിസ് നമ്മുടെ ആന്തരിക ജ്ഞാനവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ, നമുക്ക് വഴികാട്ടിയാവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഇന്നർ വോയിസസ് കേൾക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെ സേവിക്കുന്ന, നമ്മളെ വളർത്തുന്ന ആ ഇന്നർ വോയിസിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. There is a voice that doesn't use words. Listen. ആത്മീയതയുടെ കർത്താവായ റൂമിയുടെ അർത്ഥവത്തായ ഒരു കോട്ടാണിത്. വോയിസ് ദാറ്റ് ഡസൻറ്റ് യൂസ് വേർഡ്സ്. വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു ശബ്ദമുണ്ട്. ലിസൺ. ശ്രദ്ധിച്ചു കേൾക്കൂ എന്നാണ് റൂമി പറയുന്നത്. ഇവിടെ ലിസൺ എന്ന് പറയുന്നതിലാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ വോയിസ് നമ്മൾ കേൾക്കൂ. നമ്മുടെ ആഴത്തിലുള്ള അറിവിൽ നിന്നും വരുന്ന ഒരു സത്യമാണത്. അത് വാക്കുകളായി നമ്മൾ കേൾക്കണമെന്നില്ല, ചിന്തകളാവണമെന്നുമില്ല. അവ അനുഭവങ്ങളായി, ഉൾക്കാഴ്ചകളായി നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ഫീലിംഗ് ദാറ്റ് വി ഗെറ്റ്. നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ നമുക്കിത് കേൾക്കാനും അറിയാനും സാധിക്കൂ എന്നാണ് റൂമി ഇവിടെ പറയുന്നത്. So we have to silence the mental noise and listen to the deep inner wisdom. ശ്രദ്ധ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം.